നീ ഞങ്ങളെ ഫോളോ ചെയ്ത് വരണല്ലേ? പറയണോ, സത്യം പറയണോ? നിന്നൊന്ന് കാണിച്ചോ. നിന്നെ ആരാ അയച്ചത്? എന്റെ ഫോട്ടോ, എന്റെ അഡ്രസ് എങ്ങനെ ഇവനറിയാം? ഇവനാരായിരിക്കും? ആരാടാ നീ? എന്നെ നടു റോഡിൽ കൊണ്ടുവന്നിരിക്കാ നീ? കൈ കിട്ടിയതിനെ കൊന്നോളയാടാ. അവിടെ നിക്കടാ, നിനക്ക് പോവാൻ പറ്റണടാ. അവിടെ നിർത്തണോ, മര്യാദക്ക് ഇറങ്ങി വാടാ. എടാ നീ ലോറിന്റെ നമ്പർ നോട്ട് ചെയ്തോ? അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല സാറേ. അമ്മേ, വരൂ മാഡം. നമസ്കാരം, ഇരിക്കൂ. പറയൂ മാഡം. ഇദ്ദേഹത്തിന്റെ പേര് രംഗ. എനിക്കറിയാവുന്ന ആളാ. വളരെ നല്ല മനുഷ്യനാ. ഇദ്ദേഹത്തിന് കോർപ്പറേഷൻ ലോണിൽ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ വേണം ഈ പ്രശ്നം തീർത്തു തരാൻ. മാഡം, നിങ്ങളുടെ PA രഘുനാഥൻ ഫോൺ ചെയ്തപ്പോഴേ ആ ഫയലൊക്കെ എടുത്ത് ചെക്ക് ചെയ്തായിരുന്നു. അത് റൂൾസ് പ്രകാരം സെറ്റാവില്ല മാഡം. അതുകൊണ്ടാണ് റിജക്ട് ചെയ്തത്. ഓക്കെ, സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. ഒരു ചെറിയ ഫേവർ ചെയ്യൂ. പറയൂ മാഡം. ഒരു പേപ്പർ ഉണ്ടെങ്കിൽ തരൂ. ജസ്റ്റ് മിനിറ്റ്. പെൻ പ്ലീസ്. നിങ്ങളിത് CMന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് ഒന്ന് ഫാക്സ് ചെയ്യൂ. മാഡം, നിങ്ങളുടെ റെസിഗ്നേഷൻ ലെറ്റർ ഞാനെങ്ങനെ ഫാക്സ് ചെയ്യാം? എന്നെ വിശ്വസിച്ച് വന്ന ഒരാൾക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കോമൺ പീപ്പിളിന് എന്തോ ചെയ്യാൻ കഴിയുക? ഏതോ ഞാൻ ജയിച്ച അവരുടെ ജീവിതം നന്നായിരിക്കുമെന്ന് കരുതി ഡേ ആൻഡ് നൈറ്റ് കഷ്ടപ്പെട്ട് എന്നെ ജയിപ്പിച്ചിരിക്കുക. അവർക്ക് ആവശ്യമുള്ളത് ചെയ്യാതെ എനിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. അങ്ങനെയല്ല മാഡം, പ്ലീസ് മാഡം. ഞാൻ ഒരിക്കൽ കൂടെ വേണേൽ ട്രൈ ചെയ്യാം. 90% തീർത്തു തരാം മാഡം. പറ്റുമെങ്കിൽ ആ ലെറ്റർ വലിച്ചു കയറി ഡസ്റ്റ്ബിനിലിട്. അല്ലെങ്കിൽ പിന്നെ അത് ഫാക്സ് ചെയ്യും. താങ്ക് യു ഫോർ യുവർ ടൈം. മാഡം, മാഡം പ്ലീസ്, മാഡം പ്ലീസ് ഒരു മിനിറ്റ് നിൽക്കും മാഡം. പ്ലീസ് ഒരു മിനിറ്റ് മാഡം. പറ്റുമോ പറ്റില്ലയോ? ഇത് പറ്റും മാഡം, ഉറപ്പായിട്ടും പറ്റും. ഞാൻ തീർത്തു തരാം മാഡം, എന്നെ വിശ്വസിച്ചോളൂ. Stop the car. മാഡം, അജയ് എവിടെ?
മാഡം, ക്യാഷ് റെഡി. ക്യാഷ് ഇദ്ദേഹത്തിന് കൊടുക്ക. താങ്ക്സ് മാഡം. അതല്ല പൂജിമ. ഷട്ട് അപ്പ്. 5 കോടി വരെ കാർഡ്സ് കളിക്കോ? ഇറ്റ്സ് റെഡിക്കുലസ് അജയ്. നീ വന്ന വഴി ഒരിക്കലും മറക്കരുത്. സോറി പൂജിമ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ മാം. എന്താ ഇത്? അത് നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നതെന്ന് വല്ല ബോധമുണ്ടോ? മോളെ, അത് ഞാൻ എന്താ, എന്റെ കപ്പാസിറ്റി എന്താ, എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താ? നെക്സ്റ്റ് ഈ സ്റ്റേറ്റിൽ എന്താ പോസ്റ്റ് എന്താണെന്നറിയോ? പൂജിമ, ഞാൻ പറയട്ടെ. ഇതുവരെ ഈ കാര്യം അച്ഛൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ എന്താ നടക്കുന്നറിയോ? സോറി പൂജിമ, എനിക്കൊരു ലാസ്റ്റ് ചാൻസ് താ. വിത്തിൻ 2 days വിൽ സോർട്ട് ഓൾ ദീസ് തിങ്സ്. പ്ലീസ്. 2 days. Just 2 days. എന്റെ ഫണ്ട്സ് ഞാൻ എടുത്തേക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും കളിയിൽ നീ കേമൻ തന്നെയാ. തോറ്റുപോയെന്ന് പറഞ്ഞിട്ട് 5 കോടി രൂപ പിരിച്ചു കൊണ്ടുവന്നു. നിന്റെ ഭാര്യയെങ്ങാനും ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, എന്റെ കാര്യം പോക്കാ. അവിടെ വെച്ചേക്ക്. 1 കോടി തനിക്ക് എളുപ്പത്തിൽ കിട്ടുമോ? പറയൂ സാർ. ഞാൻ നിനക്കൊരു നമ്പർ അയച്ചുതരാം. ട്രേസ് ചെയ്യ്. 1/2 മണിക്കൂറിൽ അവൻ മുന്നിലുണ്ടാവണം. രവി, ഞാൻ നിനക്കൊരു നമ്പർ അയച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ആധാർ ഡീറ്റെയിൽസും അഡ്രസ് ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് വേണം. ഓക്കെ, ഫാസ്റ്റ്. ഈ നമ്പറിലുള്ള ഫോൺ എവിടാന്ന് പെട്ടെന്ന് ട്രാക്ക് ചെയ്തേ. ഇപ്പൊ കാക്കനാടാണ് കാണിക്കുന്നത്. അവിടുന്ന് വേറെ എങ്ങോട്ടോ ആണല്ലോ പോകുന്നത്. എവിടേക്കാ പോകുന്നത്? അങ്ങോട്ടേക്ക് എവിടെ പോകുന്നത്? കീപ് ട്രാക്കിംഗ്. എന്താ സാറേ, ഞാനൊരു ഫോൺ നമ്പർ എൻക്വയറിക്ക് വേണ്ടി വന്നാ. ഈ നമ്പർ നിങ്ങളുടേതാണോ നോക്കിയാ? അതെ സാർ, ഇതെന്റെ നമ്പറാ. നിങ്ങളാണോ ഉപയോഗിക്കുന്നത്? അത് ബ്രോഡ്വേ മാർക്കറ്റിൽ വെച്ച് കളഞ്ഞു പോയതാണ് സാർ. കേസ് ഫയൽ ചെയ്തോ? ഫയൽ ചെയ്തിട്ടുണ്ട് സാർ. ബ്രോഡ്വേരോ? രാജ, ആ ഫയല്. എടോ 302, ആ ലൊക്കേഷൻ മാർക്ക് ചെയ്തേ. ഹലോ സാർ, സത്യമാണ് സാർ. ആ ഫോൺ കാണാതെ പോയതായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് സാർ. സാർ കൊടുക്കാം സാർ. സാർ ഹലോ, ഏത് ഏരിയയിലാ? മാർക്കറ്റ് ജംഗ്ഷനിലോ? പിടിക്ക്. അവനെ വിട്ട് കളയരുത്. ഈ കേസിന്റെ പ്രധാന തെളിവാവൻ. മാപ്പിലെ ലൊക്കേഷനിൽ കാണിച്ച ഓട്ടോ ഇത് തന്നെയാ സാർ. അടുത്ത 15 മിനിറ്റിനുള്ളിൽ ഈ നമ്പർ എവിടെയാണെന്ന് ഉടനെ ട്രാക്ക് ചെയ്ത് പറ. ഇത് വളരെ അർജന്റാണ്. ഇറങ്ങ്, താഴെ ഇറങ്ങ്. ഒരു മിനിറ്റ് 302. സാർ, ഫോൺ സാർ. സാർ, ഏതോ ഒരുത്തൻ ഫോൺ ഓട്ടോയുടെ സീറ്റിനടിയിൽ വെച്ചിട്ട് നമ്മളെ കൊച്ചി മുഴുവൻ കറക്കുമായിരുന്നു സാറേ. സാർ, നമ്പർ വെച്ച് ആധാർ കാർഡ് ചെക്ക് ചെയ്തപ്പോൾ അതൊരു ഫേക്ക് നമ്പറാണ്. മാത്രമല്ല അത് കളഞ്ഞു പോയെന്ന് കംപ്ലൈൻ്റ് ഉണ്ട് സാർ. സാർ, നിങ്ങൾ ആരെങ്കിലും അർജന്റായിട്ട് അന്വേഷിക്കുന്നുണ്ടോ സാർ? ഈ കാര്യം അറിഞ്ഞ ആരും ഒരുത്തൻ ജീവനോടുണ്ട്. എന്നോട് ക്ഷമിക്കൂ സാറേ.